അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് എത്തില്ല എന്നതിൽ കടുത്ത നിരാശയിലാണ് ഫുട്ബോൾ പ്രേമികൾ. മെസ്സിയെയും സംഘത്തിനെയും എങ്ങനെയെങ്കിലും കേരളത്തിലെത്തിക്കണമെന്നാണ് ആരാധകരുടെ ആവശ്യം. മെസ്സി വന്നില്ലെങ്കിലും ഇവിടെയുള്ളവർക്ക് കളിക്കാനുള്ള ഗ്രൗണ്ടുകൾ ശരിയാക്കാനെങ്കിലും സർക്കാർ ശ്രമിക്കണമെന്നും ഒരു വിഭാഗം പറയുന്നു. അപ്പം മെസ്സി വരുവോ ഇല്ലയോ എന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. അപ്പൊ എന്തായാലും മെസ്സി കേരളത്തിലേക്ക് വരുന്നില്ല എന്നുള്ളൊരു തീരുമാനം കൂടി ഇപ്പോൾ ആയിട്ടുണ്ട്. നമുക്ക് എല്ലാവരുടെയും പ്രതികരണം കൂടി അറിയണം. കാരണം ഫുട്ബോളിനെ ഒരുപാട് സ്നേഹിക്കുന്നവരാണ് കോഴിക്കോടുള്ളവർ. എന്തായാലും മെസ്സി വരുമെന്ന് ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്ന ആൾക്കാരാണ്. അപ്പൊ ചേട്ടാ, മെസ്സി വരില്ല എന്ന് പറയാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. അപ്പൊ ഇപ്പൊ വരില്ല എന്നുള്ളൊരു തീരുമാനം കൂടി ഉണ്ട്. ഞാനതിവിടെ കയ്യച്ചു, ഭയങ്കര സങ്കടത്തിലാണ്. മൂപ്പരൊന്ന് നേരിട്ട് കാണാനുള്ള ഒരുപാട് ആഗ്രഹം. അത് നമ്മളെ നാട്ടിൽ കേരളത്തിൽ വന്ന് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. നമ്മളെ പോലത്തെ മക്കളല്ല, അതിനെക്കാട്ടി ചെറിയ കുട്ടികൾക്ക് കാണാൻ പറ്റാത്തൊരു അവസരമാണ്. അപ്പൊ അത് കേരളത്തിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് പോയി കാണാം എന്നുള്ളൊരു സന്തോഷം. ഇപ്പൊ അറിഞ്ഞപ്പോ ഒരു സങ്കടം. ഇത് വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ വളരെ ഇവിടുത്തെ മുഴുവനും കോഴിക്കോടിന്റെ നാളെ മലബാറിന്റെ മുഴുവൻ ആളുകൾ ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പം വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സങ്കടം ഉണ്ടാകുന്നത് മക്കൾക്കാണ്. മക്കളാണ് ഇവിടെ ഗ്രൗണ്ടിൽ കളിക്കുന്നത്. മെസ്സി ഫാൻസ് ആണോ? മെസ്സി ഫാൻസ് ആണ്. അപ്പൊ മെസ്സി വരുന്നു പറഞ്ഞിരുന്നു. അപ്പൊ ഇപ്പൊ പറയാ മെസ്സി വരുന്നില്ല എന്ന്. നമുക്ക് ഭയങ്കര സങ്കടമാണ്. മെസ്സി വരണം. വന്നാലൊന്ന് കാണാം, വന്നാൽ കാണുന്നതല്ലോ റാത്തല്ലോ. എതിർപ്പ് പല രീതിയിലുണ്ടാവല്ലോ. ഇപ്പൊ എന്താ പറയാ, ഒരുപാട് പ്രതീക്ഷയുള്ള ഫുട്ബോൾ പ്രേമികൾ അർജന്റീന ടീമിന് നമ്മൾ വരവുകൾ കൊണ്ട് കാത്തുന്നത്. വരുന്നില്ല എന്ന് പറഞ്ഞാൽ വലിയ നിരാശയുണ്ട്. കാരണം പൈസ ഇല്ലാത്ത കാരണം കൊണ്ട് ആ ടീം വരാതെ നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മറ്റെന്താ സാങ്കേതിക തടസ്സമാണെന്നാണ് വിചാരിക്കുന്നത്. നിരാശ എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു നിരാശയാണ്. ഭയങ്കര ഒരു എന്താ പറ്റാ, നികത്താൻ പറ്റാത്ത, ഇനി വരും ചിന്തിക്കാൻ പറ്റാത്ത ഭയങ്കര നിരാശയിലാണ്.